أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 113-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലെത്തുന്ന ആ ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും തദ്രീബ് കുടുംബത്തിലെ ആളുകൾ എല്ലാ വെള്ളിയാഴ്ചയും തൊട്ടടുത്ത ദിവസങ്ങളിലുമായിട്ട് ഈ വിശുദ്ധ ഖുർആനിൻ്റെ മജ്ലിസിൽ പങ്കുചേരുന്നു. എല്ലാവരും കേൾക്കുന്നു, എഴുതുന്നു, കൂടെ ഓതുന്നു, ഹിഫ്ളാക്കുന്നു. അല്ലാഹ് ഒരുപാട് സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കട്ടെ. രണ്ട് ലോകവും രക്ഷപ്പെടാനുള്ള വലിയ കാരണമായി തദ്രീബ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അക്ഷരങ്ങളുടെ സിഫത്തുകളെക്കുറിച്ചാണ്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ വിപരീതമുള്ള സിഫത്തുകളുണ്ട്, ളിദ്ദുകളുള്ളത്. അതേതെല്ലാമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ജഹ്റും, ഹംസും, ഷിദ്ദയും, റിഖ്വും, തവസ്സുത്തും എല്ലാം പറഞ്ഞു അല്ലേ? അതേപോലെ വിപരീതമില്ലാത്ത സിഫത്തുകൾ ഏതൊക്കെയാണ് അതും പറഞ്ഞു. ഇത്രമാത്രമൊന്നുമല്ല, ഒരുപാട് സിഫത്തുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ചെണ്ണം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഏതായിരുന്നാലും ഇനി നമ്മൾ ഇന്ന് നേരത്തെ തുടക്കം മുതലേ നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സിഫത്തുകളുണ്ടല്ലോ, അതിനെ ഒന്ന് വിശദീകരിച്ചുകൊണ്ട് ആ സിഫത്തുകളുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് കണ്ട് കേട്ട് നമ്മൾ പോവാണ്. നമ്മളെന്താ പറഞ്ഞേ? അക്ഷരങ്ങൾക്ക് സിഫത്തുകളുള്ളതിൽ ഹംസ് ഉണ്ട്, ജഹ്റുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഹംസിൻ്റെ വിപരീതമാണ് ജഹ്ർ അല്ലേ? അങ്ങനെ ഒരു ഐറ്റം സിഫത്തുണ്ട് അക്ഷരത്തിന് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോഴേ പറഞ്ഞു, കേട്ടിട്ട് തലവേദന വരരുത്, സിമ്പിളാണെന്ന്. ഒന്നുമില്ല, നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ എല്ലാവരും, പ്രയാസമൊന്നുമില്ല. ഹംസ്, ജഹർ, ഷിദ്, ഹരിഖ്, തവസ്സുത്ത്, ഇസ്തിഅല, ഇത്ബാഖ്, ഇൻഫിതാഹ് എന്നൊക്കെ കേൾക്കുമ്പോൾ സുബ്ഹാന റബ്ബി, എന്തൊക്കെയാണ് ഈ പറയാൻ പോകുന്നത്? പണ്ടാരോ പറഞ്ഞതുപോലെ, കോജ രാജാവേ എന്താണിത്, നടക്കുമോ എന്ന് ചോദിച്ചില്ലേ? നടക്കും. ഒന്നുമില്ല, നോക്കിയേ, അറബിയിലെ ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് അല്പം കാറ്റ് വരും. കാറ്റ് അതിപ്പോൾ എത്ര സംഭവമാണ്. കാറ്റു നടക്കൽ എന്നതാണ് സിഫത്തിൻ്റെ പേര് പറയാം. ഹംസ് എന്നാണ് അതിന് പേര്. അതായത് ചില അക്ഷരങ്ങളുടെ ഉച്ചാരണ സമയത്ത് അതിന് ഫത്ഹാകുമ്പോഴും ഗസ്റാകുമ്പോഴും ലമ്മാകുമ്പോഴും സുക്കൂനാകുമ്പോഴൊക്കെ എന്തുണ്ടാവും? ചെറിയൊരു കാറ്റുണ്ടാവും. ചെറിയൊരു കാറ്റ് ഉണ്ടാവുന്നേ, കാണിച്ചു തരാം. ചെറിയൊരു കാറ്റ്. ഓഹോ, അങ്ങനെ കാറ്റൊക്കെ വരികയാണെങ്കിൽ പിന്നെ ഫാനും എ സിയൊന്നും വേണ്ടല്ലോ. അങ്ങനത്തെ കാറ്റൊന്നും അല്ലാന്നേ. ചെറിയൊരു കാറ്റ്.
ചില അക്ഷരങ്ങൾക്ക് അത് ഉണ്ടാവുകയില്ല. ഞാനൊരു ഉദാഹരണം പറയാം, നോക്കിയേ. മ മ മ മ മ പറഞ്ഞു നോക്കിയേ. മ എല്ലാവരും ഒന്ന് പറയുന്നേ. ആ മ 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 പറഞ്ഞു നോക്കുന്നില്ലേ? ആ മ മ മ മ മ മ മ എന്ന് പറയുമ്പോൾ കാറ്റ് വരുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരാൾ പിടിച്ചിട്ട് പറഞ്ഞു കാറ്റ് വരുന്നുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞു. മാ പറയുമ്പോൾ കാറ്റ് വരുന്നുണ്ട് എന്ന്. ആ കാറ്റേ ഇതിലൂടെ വരുന്ന കാറ്റാ. ആ കാറ്റ് നിലച്ചു പോയാൽ ആളെ പേര് മാറും, മയ്യത്ത് എന്നാവും. ആ കാറ്റല്ല ഈ കാറ്റ്, ആ കാറ്റ് ഈ മറ്റൊരു കാറ്റ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ആ കാറ്റല്ല ഈ പറയുന്നത്. പിന്നെ ഏത് കാറ്റാ? ആ പറഞ്ഞു നോക്കൂ. ഫ ഫ ഫ ഫ പറഞ്ഞു നോക്കിയേ. ഫ ഫ ഫ ഫ വിരലിങ്ങനെ പിടിച്ചു നോക്കുക അല്ലേ? അല്ലെങ്കിൽ ഒരു നൂലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കുക. ഒരു നൂല് ഫ ഫ ഫ എന്ന് പറയുമ്പോൾ ആ നൂലിന് ഇങ്ങനെ ചലനം വരും. മ മ മ മ എന്ന് പറയുമ്പോൾ നൂല് അനങ്ങാതിരിക്കും. കാറ്റുകൊണ്ട് നൂലിങ്ങനെ ഇളകും. ഫ പറയുമ്പോൾ, മ പറയുമ്പോഴോ ഇളകൂല, കാരണം കാറ്റില്ല. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ആന്നേ ആ പറഞ്ഞു നോക്കിയേ. ആ 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 കാര്യമുണ്ടോ? ആ ഇല്ല. എന്നാൽ സ സ സ പുള്ളിയുള്ള സ സ സ സ സ പറഞ്ഞു നോക്കിയേ. ആ എന്താ കാറ്റ് അല്ലേ? കറണ്ട് പോയാലും പ്രശ്നമല്ല, ആജാതിക്കാറ്റ്. ഇപ്പം എന്ത് മനസ്സിലായി? അറബി അക്ഷരങ്ങളിൽ ആ പറയുമ്പോഴും മാ പറയുമ്പോഴും കാറ്റില്ല. ഫ പറയുമ്പോഴും സ പറയുമ്പോഴും കാറ്റുണ്ട് അല്ലേ? 4 അക്ഷരങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി. 2 അക്ഷരത്തിന് കാറ്റ്, 2 അക്ഷരത്തിന് കാറ്റില്ല. എന്നാ ഇപ്പോൾ ഉസ്താദേ ഞമ്മക്ക് തന്നെ തീരുമാനിക്കാമല്ലോ എന്ന് ചില ആളുകൾ പറയണേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അതിപ്പോൾ എല്ലാ അക്ഷരവും പറഞ്ഞു നോക്കിയാൽ പോരെന്നേ. പറഞ്ഞു നോക്കിയാൽ മതി, കൃത്യമായ പറച്ചിലാവണമെന്ന് മാത്രം. കൃത്യമായ പറച്ചിലായിരിക്കണം. മഖ്റജും ആ സിഫത്തുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള പറച്ചിലാണ് പരിഗണിക്കുക. അല്ലാതെ ഞാനെങ്ങനെയോ പറയുന്നു എന്നിട്ട് കാറ്റ് വരുന്നുണ്ടോ വരുന്നില്ലേ, അതൊന്നുമല്ല പ്രശ്നം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാറ്റ് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നങ്ങ് തീരുമാനിക്കാം അല്ലേ? ഈ സ്ക്രീനിലേക്ക് നോക്കി. ഫഹസ്സഹു ശഖ്സുൻ സക്കത്ത്. എത്ര അക്ഷരങ്ങളുണ്ട്? ഫഹസ്സഹു ശഖ്സുൻ സക്കത്ത്. 10 അക്ഷരങ്ങളുണ്ട്. ഈ 10 അക്ഷരങ്ങളിൽ കാറ്റുണ്ടാകും. കാറ്റ് അതിൻ്റെ പൂർണ്ണമായ ലെവലിലെത്തി എപ്പോഴറിയോ? ആളുകൾക്ക് പറഞ്ഞും മനസ്സിലാക്കി കൊടുക്കാനും സൗകര്യമുള്ള രൂപവും ഏതാണെന്നറിയോ? ഏതക്ഷരമാണോ നാം പരിശോധിക്കുന്നത് ആ അക്ഷരത്തിനൊരു സുക്കൂന് കൊടുത്തിട്ട് തൊട്ട് മുമ്പിലൊരു ആ എന്ന് കൂട്ടുക, അല്ലെങ്കിൽ ഈ ആയാലും മതി, നമുക്ക് തൽക്കാലം ആ കൂട്ടാം. എന്നിട്ട് കാറ്റ് പരിശോധിക്കുക, കാറ്റുള്ളതും കാറ്റില്ലാത്തതും പരിശോധിക്കുക. ഇപ്പം നോക്കിയേ, ഫ, അതിന് കാറ്റ് പരിശോധന എങ്ങനെയാ? കാറ്റ് പരിശോധന ഫാക്ക് സുക്കൂൻ കൊടുക്കുക, തൊട്ട് മുമ്പ് ആ കൊടുക്കുക, എന്നിട്ട് അഫ് എന്ന് പറയുക. അഫ് 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 അഫ്. കാറ്റ് വരും. എന്തിനാ ഉസ്താദേ കാറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ സുക്കൂൻ കൊടുക്കണേ? ഫത്ഹ് പറഞ്ഞാൽ കാറ്റുണ്ടാവൂലേ? ഉണ്ടാവും. കെസ്ർ പറയുമ്പോഴോ ഫി ഉണ്ടാവൂലേ? ഉണ്ടാകും. ലമ്മ് പറയുമ്പോഴോ ഫു ഉണ്ടാവും. സുക്കൂൻ പറയുമ്പോഴോ ഉണ്ടാകും. അഫ്. കുറച്ച് കൂടുതലായിട്ടും മനസ്സിലാക്കി കൊടുക്കാനൊക്കെ സൗകര്യം സുക്കൂനുള്ളതായതുകൊണ്ടായി നമുക്ക് അങ്ങനെ പറയാപ്പോൾ അഫ് അഫ് അഫ്. അം 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 കാറ്റില്ല. അഫ് 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 കാറ്റുണ്ട്. അം 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 കാറ്റില്ല. അപ്പോൾ ഫഹസ്സഹു ശഖ്സുൻ സക്കത്ത് എന്ന 10 അക്ഷരത്തിനു കാറ്റുണ്ട്. 10 അക്ഷരത്തിന് കാറ്റുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഉദാഹരിച്ചത്, ഫ എന്ന അക്ഷരം. ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങളങ്ങനെ പറഞ്ഞു നോക്കി, വിരലിങ്ങനെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നൂലിങ്ങനെ പിടിച്ച് തൂക്കിയിട്ടേ നോക്കി. ആ അസ് അസ് അല്ലേ? അതിൽ അഷ് അല്ലേ? അഹ്. ഫായും ഹായും സായും എന്നും പറഞ്ഞ അത്രയൊന്നും കാറ്റ് എന്തിനുണ്ടാവില്ല? ചില അക്ഷരങ്ങൾക്ക് ഉണ്ടാവില്ല. അക് നോക്കി, അക്. അല്ലാഹു അക്ബർ അക്ബർ അല്ലേ? തബ്ബത് ചായിലക്കാറ്റ് അത്രയാണ്. പിന്നെയോ കാഫിലക്കാറ്റ് അത്രയാണ്. താ പറയുമ്പോൾ കാറ്റ് വരും, അത് ചുഴലിക്കാറ്റായി മാറരുതേ.
തബ്ബത്ത് എന്നു മതി, അതു തബ്ബത്ത് എന്നായി പോവരുതേ. അല്ലേ? കാറ്റ് വരും എന്ന് വിചാരിച്ചിട്ട് ഒരു സുനാമി അടിക്കരുത്, കൊടുങ്കാറ്റ് ഉണ്ടാവരുത്. കാഫ് സുകൂനായി വന്നാൽ അക്ബക് തക് എന്നിങ്ങനെ പറയണം. അക്ബക് തക് അക്ബക് തക് ഇങ്ങനെയാവുന്നെങ്കിൽ മാറണം. തക്ബീറിൽ അക്ബർ എന്നിങ്ങനെ കാഫിൽ കാറ്റു നടക്കണം. അക്ബർ അക്ബർ ഹംസില്ലെങ്കിൽ കാഫല്ലെന്നും ഓർക്കണം. വഖം അഹ്ലക്ന ഉണ്ടോ? വഖം ഖം പറഞ്ഞപ്പോഴുണ്ട്, അഹ്ലക്ന അവിടെയുണ്ട്. അപ്പോൾ കാറ്റുകളിലെ കാറ്റഗറി എങ്ങനെ കാറ്റുകളിലെ കാറ്റഗറി വ്യത്യസ്തമായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾ ഫഹസ്സഹു ശഖ്സുൻ സക്കത്ത് എന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഈ അക്ഷരങ്ങൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു നോക്കുക. നൂല് പിടിച്ചിട്ടോ വിരൽ പിടിച്ചിട്ടോ കാറ്റ് വരുന്നുണ്ടോ എന്ന്. ഓക്കെ, വരണം ഫഹസ്സഹു ശഖ്സുൻ സക്കത്ത് എന്നതിനെ. ബാക്കിയുള്ളതിനോ കാറ്റ് വരാൻ പാടില്ല. അഅലമു ഐൻ ലെ ഫഅല ഫഅല ഫഅലു ഐൻ കാറ്റുണ്ടോ? ഇല്ല. വമൻ അളമു അൽ 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 കാറ്റുണ്ടോ? ഇല്ല. അം കാറ്റുണ്ടോ? ഇല്ല. ഔ ഔ ഔ വാവിനെ കാറ്റുണ്ടോ? ഇല്ല. അസ് കാറ്റുണ്ടോ? ഇല്ല. അൻ നൂനിന് കാറ്റുണ്ടോ? അഖ് കാറ്റുണ്ടോ? ഇല്ല. കേട്ടോളൂ. അളുമ വസ്നു ഖാരിഇൻ ദീ ഗദ്ദിൻ ജദ്ദ തലബ്. 19 അക്ഷരങ്ങളുണ്ട്. നോ കാറ്റ്, നോ കാറ്റ്, കാറ്റില്ല. കാറ്റില്ലാത്ത അക്ഷരങ്ങളുടെ പേരെന്ത്? അതിൻ്റെ പേര് ജഹ്ർ. എന്താണ്? ജഹ്ർ. ഓക്കെ അല്ലേ? ഓക്കെ. ഇന്ന് നമ്മൾ 2 സിഫത്തുകൾ പഠിച്ചു. ഒന്ന് ഹംസ്, മറ്റൊന്ന് ജഹ്ർ. കാറ്റുള്ളവ, കാറ്റില്ലാത്തവ. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സിഫത്തുകളെ ശ്രദ്ധിക്കാം. എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ പഠിക്കുന്നത്? നിസ്കാരം സഹിഹാവാൻ തക്ബീർ ഫസ്റ്റ് വേണം. അത് അല്ലാഹു അക്ബർ എന്നാവണം. അല്ലാഹു അക്ബർ അക്ബർ പറ്റൂല. മനസ്സിലായില്ലേ? അതൊക്കെ പഠിക്കാനാണ്. ഓക്കെ, നമുക്ക് അല്പം ഓതാം. സൂറത്തുൽ ഹിജ്ർ ഓതല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. തിൽക ആയാതുൽ കിതാബി വഖുർആനിൻ മുബീൻ. ربما يود الذين كفروا لو كانوا مسلمين ذرهم يأكلوا ويتمتعوا ويلههم الأمل فسوف يعلمون وما أهلكنا من قرية إلا ولها كتاب معلوم ما تسبق من أمة أجلها وما يستأخرون وقالوا يا أيها الذي نزل عليه الذكر إنك لمجنون لو ما تأتينا بالملائكة إن كنت من الصادقين ما ننزل الملائكة إلا بالحق وما كانوا إذا منظرين. Okay. بسم الله الرحمن الرحيم. ألف لام را. يعني ألف لام را. تلك آيات الكتاب وقرآن مبين. تلك آيات الكتاب وقرآن مبين. ഇതിലിപ്പോൾ അലിഫ് ലാം റാ അങ്ങനെയല്ലേ നമ്മൾ ഓതിയത്? ലാമിൽ മദ്ദുൽ ലാസിം ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പഠിക്കും. റാ മദ് അസ്ലി. അല്ലാതെ അലിഫ് ലാം റാ ഉണ്ടോ? ഇല്ല. തിൽക ആയാതുൽ കിതാബി വഖുർആനിൻ മുബീൻ.
ربما يود الذين كفروا لو كانوا مسلمين. അങ്ങനെ ربما يود الذين كفروا لو كانوا مسلمين. ربما يود الذين യാണ് ചില ആളുകളൊക്കെ അവിടെ അല്ലാഹ് സങ്കടം വരും. ربما يود الذين എന്ന് ربما ഓതും. ബാഇന് ശബ്ദം എവിടെ നോക്കി ഉണ്ടോ? ഇല്ല. റാഇനല്ലേ ശബ്ദ്? റാഇനെന്തിനാ ശബ്ദ്? അത് തൊട്ടു മുമ്പുള്ള മുബീനിൻ എന്ന് പറഞ്ഞ നൂനിന് തൻവീൻ കസ്റാണ് ചേർത്തി ഓതുമ്പോൾ ഇദ്ഗാമും ബിലാ ഗുന്ന ഉണ്ട്. അപ്പോൾ റാഇന് ശബ്ദ് വേണമെന്ന് അറിയിക്കാനാണ്. ഓക്കെ. ذرهم يأكلوا ويتمتعوا ويلههم الأمل. നോക്കണേ. ذرهم يأكلوا ويتمتعوا ويلههم الأمل ويلههم الأمل فسوف يعلمون فسوف يعلمون وما أهلكنا من قرية إلا ولها كتاب معلوم. يعني وما أهلكنا അതിനു മുമ്പ് വയതമത്തഉ ശ്രദ്ധിക്കണം. വയുൽഹിഹിമുൽ അമൽ. ഓ എത്ര ശ്രദ്ധിക്കണം. സ്ക്രീനിലേക്ക് നോക്കി എല്ലാവരും. വയുൽഹിഹിമുൽ അമൽ ല്ലേ? وما أهلكنا من قرية إلا ولها كتاب معلوم ما تسبق من أمة أجلها وما يستأخرون. يعني ما تسبق من أمة أجلها وما يستأخرون. ما تسبق من أمة أجلها وما يستأخرون. وقالوا يا أيها الذي نزل عليه الذكر إنك لمجنون. وقالوا يا أيها الذي نزل عليه الذكر نزل إليه نزل إنك لمجنون لو ما تأتينا بالملائكة إن كنت من الصادقين. okay? لو ما تأتينا بالملائكة إن كنت من الصادقين. ما ننزل الملائكة إلا بالحق. يعني ما ننزل الملائكة إلا بالحق وما كانوا إذا منظرين. okay? وما كانوا إذا منظرين. إنا نحن نزلنا الذكر وإنا له لحافظون. ولقد أرسلنا من قبلك في شيع الأولين وما يأتيهم من رسول إلا كانوا به يستهزئون. كذلك نسلكه في قلوب المجرمين لا يؤمنون به وقد خلت سنة الأولين. ولو فتحنا عليهم بابا من السماء فظلوا فيه يعرجون لقالوا إنما سكرت أبصارنا بل نحن قوم مسحورون. okay? إنا نحن نزلنا الذكر وإنا له لحافظون. إنا نحن نزلنا الذكر ذكر را وإنا له لحافظون. ولقد أرسلنا من قبلك يعني ولقد أرسلنا من قبلك في شيع الأولين في شيع الأولين في شيع الأولين. وما يأتيهم من رسول إلا كانوا به يستهزئون. okay? وما يأتيهم من رسول إلا كانوا به يستهزئون.
കദാലിക നസ്ലുകുഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ. എങ്ങനെ? കദാലിക നസ്ലുകുഹു ഫീ ഖുലൂബിൽ മുജ്രിമീൻ. ശ്രദ്ധിച്ചില്ലെങ്കിൽ നസ്ലുകുഹു എന്ന് ക ആവും, കു ആണ് ളമ്മ്. ലാ യുഅ്മിനൂന ബിഹി വഖദ് ഖലത് സുന്നത്തുൽ അവ്വലീൻ. വഖദ് ഖലത് സുന്നത്തുൽ അവ്വലീൻ. ولو فتحنا عليهم بابا من السماء فظلوا فيه يعرجون. ولو فتحنا عليهم بابا من السماء فظلوا فيه يعرجون لقالوا إنما سكرت أبصارنا بل نحن قوم مسحورون. കുറച്ചുകൂടെ. ولقد جعلنا في السماء بروجا وزيناها للناظرين وحفظناها من كل شيطان رجيم إلا من استرق السمع فأتبعه شهاب مبين. والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل شيء موزون وجعلنا لكم فيها معايش ومن لستم له برازقين وإن من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم. ഓക്കെ, എങ്ങനെ ഓതിയത്? ولقد جعلنا في السماء بروجا وزيناها للناظرين. بروجا وزيناها وحفظناها من كل شيطان رجيم. എങ്ങനെ? وحفظناها من كل شيطان رجيم إلا من استرق السمع فأتبعه شهاب مبين. നോക്കണുണ്ടോ? إلا من استرق السمع. എങ്ങനെ? إلا من استرق السمع فأتبعه شهاب مبين. والأرض مددناها وألقينا فيها رواسي والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل شيء موزون وجعلنا لكم فيها معايش ومن لستم له برازقين. يعني وجعلنا لكم فيها معايش ومن لستم له برازقين وإن من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم. കുറച്ചുകൂടി. وأرسلنا الرياح لواقح فأنزلنا من السماء ماء فأسقيناكموه وما أنتم له بخازنين وإنا لنحن نحيي ونميت ونحن الوارثون ولقد علمنا المستقدمين منكم ولقد علمنا المستأخرين وإن ربك هو يحشرهم إنه حكيم عليم. اوكي. وأرسلنا الرياح لواقح فأنزلنا من السماء ماء فأسقيناكموه
എങ്ങനെ ഓക്കെ ഫഅസ്ഖൈനാകുമൂഹു വമാ അൻതും ലഹു ബിഖാസിനീൻ വഇന്നാ ലനഹ്നു നുഹ്യീ വനുമീതു വനഹ്നുൽ വാരിസൂൻ വലഖദ് അലിംനൽ മുസ്തഖ്ദിമീന മിൻകും വലഖദ് അലിംനൽ മുസ്തഅഖിരീൻ വഇന്ന റബ്ബക ഹുവ യഹ്ശുറുഹും ഇന്നഹു ഹകീമുൻ അലീം സദഖല്ലാഹുൽ അസീം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, ദോഷം പൊറുക്കണേ അല്ലാഹ്. തദ്രീബിൻ്റെ കാരണം കൊണ്ട് അല്ലാഹുവേ ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. പഠിച്ചവനെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബർക്കത്തും സന്തോഷവും സമാധാനവും റാഹത്തും നൽകണേ അല്ലാഹ്. അല്ലാഹ് പഠിച്ചവനെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒരുപാടുണ്ട്. ഖൈറായതൊക്കെ നീ നിറവേറ്റി തരണേ അല്ലാഹ്. പഠിച്ചവനെ സാമ്പത്തികമായ ബാധ്യതകൾ ഒരുപാടുള്ളവരുണ്ട്. ഞങ്ങളെ എല്ലാവരെയും ആ ബാധ്യതകളിൽ നിന്നൊക്കെ സലാമത്താക്കി ഞങ്ങൾക്കൊക്കെ നീ റാഹത്തും റഹ്മത്തും നിഅമത്തും ഏറ്റി തരണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നീ വളരെ ഭംഗിയായി മനോഹരമായി അല്ലാഹുവേ ഞങ്ങൾക്ക് നടത്താനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ തുണക്കണേ അല്ലാഹ്. അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നീ എല്ലാവർക്കും ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാഹ്. സിഹത്തും സലാമത്തും കൊടുക്കണേ അല്ലാഹ്. റാഹത്തും റഹ്മത്തും കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك